പാർട്ട് 2 ആണ്. എനിക്കറിയില്ലാതെ കയ്യെത്തിപ്പോയതാണ്. വിഷമിക്കണം. പാർട്ട് 2 എടുത്ത് നിങ്ങളുടെ ടാങ്ക് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം വിത്തക്കി ഇങ്ങനെ കോരി വെക്കാം. അതാണ് നല്ലത്. ഞാനിങ്ങനെ സമ്മർ ആയാലും ഇതുപോലെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വിഷന്നിലെന്ന് വരുന്ന കുറേ ജീവജാലങ്ങൾ ചത്തു പോകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സംരക്ഷിക്കണ്ടേ. ഇതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു ഇതിലൊക്കെ തൊട്ട് വെക്കണം. ഇവിടെ കുറേ പ്ലാന്റ്സൊക്കെ പ്ലാന്റ്സൊക്കെ വച്ചതുണ്ട്. ഇതിലൊക്കെ ഒട്ട് കുഞ്ഞതുണ്ട്. ഓട്ട് കിളിയാത്തവര് ഇത് നോക്കണം. കപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെന്ത് കോലം! ഇത് വേണ്ടിക്കല്ലാത്ത കപ്പായിരുന്നു ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് മുകളിൽ കൊണ്ടുവന്ന് വച്ചത്. വെള്ളമാണല്ലോ സാധാരണ എല്ലാ ജീവജാലങ്ങളും ആവശ്യം. തീറ്റ കിട്ടിയില്ലെങ്കിലും അവർക്ക് വെള്ളം കിട്ടിയാൽ മതി. ചുരുങ്ങി വേറെ ഏതെങ്കിലും കുപ്പി കിട്ടുവാണെങ്കിൽ അതിൽ നമുക്ക് തൊട്ട് വെക്കാം. ഈ ഒരു ചമ്പിൽ തൊട്ട് വെക്കാം. ഇനി കഴിക്കുന്ന ചമ്പായിരുന്നു. ചെമ്പെടുക്കാം നല്ല കനമുണ്ട്. അയ്യോ 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 വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലും വെച്ചിട്ടുണ്ട്. കാണുന്ന സ്ഥലത്തിലാണല്ലോ വെക്കട്ടെ. പിന്നെ ഒരു ശമ്പളം ഗൈസ്. അരി കുറച്ചുകൂടി ബാക്കിയുള്ളപ്പോൾ നോക്കാം. അതിലേക്ക് കളിക്കുന്ന ചമ്പാണ്. പൂച്ച തീറ്റൊന്നും ആക്കില്ല ഗൈസ്. ഇത്രയും അധികം പൂച്ചക്ക് അത് കഴിച്ചാൽ മതി. അരി ഇട്ട് വെക്കാം. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് പൂച്ചകൾക്കും. പിന്നെ ആടുകൾ മുകളിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ആടൊക്കെ ഇടയ്ക്ക് വരും. കിങ്ങിണി ബാ ബാ കിങ്ങിണി. ഇവൻ്റെ പേര് കിങ്ങിണി. എൻ്റെ ആടാണ് കേട്ടോ. ഇതാണ് കിങ്ങിണിയുടെ അമ്മ. കിങ്ങിണിയുടെ അമ്മേൻ്റെ പേര് എന്താണെന്നറിയൂ ഗൈസ്? കിങ്ങിണിയുടെ അമ്മയുടെ പേരാണ് ഗൈസ് മാഡം ജി. മാഡം ജി ചെവി അനക്കുന്നുണ്ട്. മാഡം ജി ബാ ബാ. മാഡം ജി എവിടെയാണ് ഞാൻ വിളിക്കുന്നത്? എവിടെയാണ് ആദ്യം കാണുന്നില്ലല്ലോ. മാഡം ജി ഈ സൈഡിൽ. നോക്കി ഡാ മാഡം, ഹൗ ആർ യു? നമ്മുടെ കിങ്ങിണി എവിടെടാ? കിങ്ങിണി ജി. ഇടയ്ക്ക് ഞാൻ കിങ്ങിണി ജിയും വിളിക്കാറുണ്ട്. കിങ്ങിണി എടാ എന്താടാ സുന്ദര? ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങളുടെ കിങ്ങിണി. പിന്നെ ഞങ്ങളുടെ ഇച്ചപ്പി എവിടെ നോക്കിയാലും കാണും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തെ എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും എവിടെയും കാണില്ല. ഫുൾ കറുപ്പർ ബീച്ചാണ് ഗൈസ്. ഞങ്ങളുടെ മുൻപത്തെ വീടാണ്. ഫുൾ കറുപ്പർ എന്ന് വെച്ചാൽ കറുപ്പർ തന്നെ. അവിടെ നിന്ന് വന്നെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ കൂടത്തിൻ്റെ കിച്ചണിൻ്റെ സൈഡിലേ ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, ഇത്രയാണ് ഞാൻ
ഇതാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കഥയൊക്കെ പറയാം. ഞാൻ ഇവിടെ ഇരുന്നാണ് കുറച്ചൊക്കെ കഥ ഞാൻ എൻ്റെ കൂടെ തന്നെ പറയുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നോക്കിയിരിക്കാൻ നല്ല കാറ്റുണ്ട് കേട്ടോ. കാലടിച്ചിരിക്കും, വീഴാനോ മതി അല്ലേ. എൻ്റെ കോഴി എനിക്ക് വേണോടാ. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ വരാൻ പേടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അവന് കുറച്ച് അരി പാർക്കും. അവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. കോഴിയൊക്കെ ഉണ്ട്, അതിന് കൊടുക്കാം. എനിക്ക് കഴിക്കാമെന്നൊന്നും അറിയില്ല, അതങ്ങോട്ട് ഓടിപ്പോയി. എനിക്ക് ഈ ഒരു സ്പേസും ഇഷ്ടമാണ്, ആ ഒരു സ്പേസും ഇഷ്ടമാണ്. അവിടെ അടിക്കണം. ഞാൻ കുറേ ദിവസമായി അവിടേക്ക് മുകളിൽ വന്നത് തന്നെ ഒരു ദിവസമാണ്. പിന്നെ ഈ ഒരു സ്പേസാണ് എൻ്റെ ഫേവറേറ്റ് സ്പേസ്. സ്ഥലം ആണ് ഗൈസ്, ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ദാറ്റ്സ് എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള ഓട്. അത് സൺസെറ്റ് നോക്കിയിരിക്കാൻ ഒരു വല്ലാത്ത വൈബാണ്. വൈബ് എന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്, വൈബ്. ഓക്കെ, ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞുതരാം. ആ സാധനത്തെ കാണാതെ വന്നാൽ തന്നെ ഇച്ചാപ്പി അവിടെ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചാപ്പൻ കുറച്ച് കുറ്റം പറയുന്നത്. ആ സാധനം നമ്മൾ പൂപ്പി എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ വെച്ചു കൊടുക്കുന്നേ. പൂപ്പി പൂപ്പി ബൗ 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 ബൗ, പൂപ്പി പൂപ്പി ബൗ 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 ബൗ. ആ പാട്ട് വെച്ചു കൊടുക്കുക. കിടന്നാൽ വെച്ചു കൊടുക്കും ഉറങ്ങാൻ വേണ്ടി. കണ്ട് ഉറങ്ങില്ല ഗൈസ്. പിന്നെ ഞാൻ പറ്റി വെക്കും. പിന്നെ പറ്റി വെച്ചാൽ ഞാൻ റീൽസ് കാണുന്നത് നോക്കി എൻ്റെ സൈഡിൽ വന്ന് കിടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് കൂടെ കിടന്ന് ഉറങ്ങും. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ താഴെയാണ് കിടക്കുന്നത്. ഇച്ചാപ്പിയുടെ ബെഡ് താഴെ ഉള്ളതുകൊണ്ട് ഇച്ചാപ്പി താഴെയാണ്, എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അതിന് എന്നേക്കാളും ഇഷ്ടം എൻ്റെ ഉമ്മയാണ് ഗൈസ്. അവന് എൻ്റെ ഉമ്മയാണ് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടം. എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ ഉമ്മയുടെ ചേച്ചി, അവരൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഗൈസ് ബൈ ബൈ. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ വീഡിയോ എടുക്കണം ഫ്രണ്ട്സ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ. നല്ല മൃഗങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഗൈസ്? ഇല്ല, ഒന്നും കഴിക്കാൻ കിട്ടാതെയാണ് ഈ ഒരു ആടും ആ കോഴിയൊക്കെ തപ്പി നടക്കുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറേ ഇത് വരും. ഞാനിതാ ഈ ഒരു വീട്ടിൻ്റെ മുകളിൽ പോയി വ്യൂ കാണിക്കുന്ന ഒരു വീഡിയോ പെട്ടെന്ന് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, നല്ല വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ പോയി ഇതൊക്കെ നല്ല വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ റിപ്പീറ്റ് പറയുകയാണ്. കുറേ സാധനങ്ങൾ ഇതുപോലെ ഭക്ഷണം കിട്ടാതെ ഗോയ്സ്. ഈ പാരറ്റാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലൊക്കെ വരുന്നത്. അതിന് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവിടെ കലപ്പിലായിരുന്നു. അതിനെ കണ്ടിട്ടുണ്ട് നമ്മൾ നോക്കുന്നു ഗൈസ്. ഇപ്പോൾ നോക്കുന്നില്ല ഗൈസ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല കാര്യം ചെയ്യാൻ നോക്കുക. അപ്പോൾ ബൈ. അപ്പോൾ എൻജോയ് ഗൈസ്.